Hi all. Today we are going to learn about a very important topic from education psychology, backward children. Before we start, let me ask you something. In every classroom, have you noticed that some students easily understand lessons while a few others take a little more time? അതായത് അല്ലേ, നമുക്ക് ഏതൊരു ക്ലാസ് റൂമിൽ പോയി കഴിഞ്ഞാലും ചില കുട്ടികൾക്ക് എന്തായിരിക്കും പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ശേഷി ഉണ്ടാവും. അല്ലെങ്കിൽ ചില കുട്ടികൾ വളരെ മെല്ലെ ആയിരിക്കും ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി വരുന്നത്. That difference in learning speed is quite natural, but sometimes a few children find it very difficult to keep up with the regular progress of the class, and such children are called backward children. അപ്പോൾ ബാക്ക്വേർഡ് ചിൽഡ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ശരിക്കും? ബാക്ക്വേർഡ് ചിൽഡ്രൻ ആർ സ്റ്റുഡൻസ് ഹൂ എക്സ്പീരിയൻസ് സിഗ്നിഫിക്കൻറ്റ് ഡിലേ ഇൻ ദിയർ അക്കാദമിക് അച്ചീവ്മെൻറ്റ് വെൻ കമ്പയർ ടു അതർ സ്റ്റുഡൻസ് ഓഫ് ദ സെയിം ഏജ്. അപ്പം നമ്മൾ ഈ പറഞ്ഞ കാര്യം തന്നെയാണ് അല്ലേ. ഇവർക്ക് തങ്ങളുടെ പ്രായത്തിനും ക്ലാസ്സിനും അനുയോജ്യമായ പഠന നിലയിലെത്താൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകുന്നു. അപ്പം അവരെയാണ് എന്ത് പറയുന്നത്? ബാക്ക്വേർഡ് ചിൽഡ്രൻ എന്ന് പറയുന്നത്. അപ്പം ഈ ബാക്ക്വേർഡ് ചിൽഡ്രൻ എന്ന് പറയുമ്പോൾ അവരെ ഒരു മോശക്കാരായിട്ട് പറയാനല്ല. അവർക്ക് എന്തായിരിക്കും അല്ലേ, മറ്റ് കുട്ടികളെ പോലെ ആ ഒരു എത്താൻ വേണ്ടിയിട്ട് ചെറിയൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു. ദീസ് ചിൽഡ്രൻ ആർ ഓൾസോ കോൾഡ് സ്ലോ ലേണേഴ്സ്. ദാറ്റ് മീൻസ് ദേ ആർ നോട്ട് അൺഇൻ്റലിജൻറ്റ്. ഇൻ്റലിജൻ്റ് അല്ലാന്ന് അർത്ഥമില്ല, ബട്ട് ദേ ലേൺ സ്ലോലി കമ്പയർ ടു അതേഴ്സ്. It is important to remember backwardness does not mean failure or laziness. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് അല്ലേ. ഇതൊരു തോൽവിയായിട്ട് നമ്മൾ കാണുന്നില്ല, ഇതൊരു അവസ്ഥ മാത്രമാണ് അല്ലേ. ഇത് അവരുടെ ബുദ്ധിശക്തി കുറവാണെന്നോ അവർ ശ്രമിക്കാത്തവരാണെന്നോ അർത്ഥമില്ല. ദേ ജസ്റ്റ് നീഡ് മോർ ടൈം, മോർ ഹെൽപ്പ് ആൻഡ് എ ഡിഫറൻറ്റ് മെത്തേഡ് ഓഫ് ടീച്ചിങ്. അപ്പോൾ ബാക്ക്വേർഡ് ചിൽഡ്രന് ഫേമസ് ആയിട്ടുള്ള ഒരു സൈക്കോളജിസ്റ്റ് സിറിൽ ബേർട്ട് ഒരു ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട്. A backward child is one who in the middle of their school career is unable to do the work of the class next below that which is normal for their age. ഇങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞതിനെ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് നോക്കാം അല്ലേ. ബട്ട് മീൻസ് ദാറ്റ് ഇഫ് എ ചൈൽഡ് ഈസ് ഹാഫ് വേ ത്രൂ their school life, say in class 5, but still not able to do even the work of class 4 properly, then that child can be considered backward in the studies. In other words, നമുക്ക് പറയാം the child's mental or academic development is slower than expected for their age. അപ്പം നമുക്ക് എന്താണ് പറയാൻ പറ്റുന്നത്? അവർ പിന്നിലാണെങ്കിലും ശരിയായ മാർഗനിർദ്ദേശം, ശ്രദ്ധ, പ്രോത്സാഹനം എന്നിവ കൊടുത്താൽ അവർക്ക് വളരാനും മുന്നോട്ട് പോകാനും കഴിയും. അതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ബാക്ക്വേർഡ് ചൈൽഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന മീനിങ് എന്താണ് നമുക്ക് നോക്കാം. വി ഓൾറെഡി ഡിസ്കസ്ഡ് വാട്ട് ദ ടേം മീൻസ് ജനറലി, ബട്ട് ഹിയർ വി വിൽ ലുക്ക് അറ്റ് ഇറ്റ് ഇൻ മോർ ഡീറ്റെയിൽ. എ ബാക്ക്വേർഡ് ചൈൽഡ് ഈസ് വൺ ഹു ഈസ് അണേബിൾ ടു കീപ്പ് അപ്പ് വിത്ത് ദ റെഗുലർ സ്കൂൾ വർക്ക് എക്സ്പെക്റ്റഡ് ഫോർ ദെയർ ഏജ് ഓർ ഗ്രേഡ്. That means even though the child is attending the same class as others, they cannot understand or complete lessons as quickly as their classmates. അപ്പോൾ എന്താണ് അല്ലേ, മറ്റു കുട്ടികൾക്ക് എളുപ്പം മനസ്സിലാകുന്ന പാഠങ്ങൾ ഇവർക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഒരു ടീച്ചർ ഒരു കൺസെപ്റ്റ് പഠിപ്പിക്കുന്നു. അപ്പോൾ സം സ്റ്റുഡൻസിന് എന്ത് ചെയ്യാൻ പറ്റും, അത് ഈസിലി അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ ഈ പറഞ്ഞ ബാക്ക്വേർഡ് ചൈൽഡിന് കുറച്ചും കൂടെ ടൈം വേണ്ടി വരും. മനസ്സിലാവില്ല എന്നല്ല, കുറച്ചും കൂടെ ടൈം വേണ്ടി വരും, അല്ലെങ്കിൽ കുറച്ചും കൂടെ എന്തായാലും മോർ എക്സ്പ്ലനേഷൻ വേണ്ടി വരും, ഓർ എ ഡിഫറൻറ്റ് മെത്തേഡ് ടു അണ്ടർസ്റ്റാൻഡ് ദ സെയിം ഐഡിയ. അപ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത്. ദീസ് ചിൽഡ്രൻ ഓഫൺ നീഡ് എക്സ്ട്രാ ഹെൽപ്പ് ആൻഡ് സ്പെഷ്യൽ ടീച്ചിങ് മെത്തേഡ്സ് ബിക്കോസ് ദേ ഡു നോട്ട് റെസ്പോണ്ട് വെൽ ടു ദ യൂഷ്വൽ വേ ഓഫ് ടീച്ചിങ് ഓർ ദ റെഗുലർ ക്ലാസ് റൂം activities. That means if we teach them in the same way as other children, they might not grasp the topic properly. അതിനാൽ ഇത്തരം കുട്ടികൾക്ക് ഇൻഡിവിജ്വൽ അറ്റൻഷൻ, സ്പെഷ്യൽ ക്ലാസ് അല്ലെങ്കിൽ മറ്റൊരു ടീച്ചിങ് മെത്തേഡ് ആവശ്യമുണ്ട്. Backward children are those who lag behind their classmates in learning for various reasons.
ദീസ് റീസൺസ് ക്യാൻ ഇൻക്ലൂഡ് പുവർ ഹെൽത്ത്, ലോ IQ, ലേണിംഗ് ഡിഫിക്കൽട്ടീസ് ഓർ ഫാമിലി ആൻഡ് സ്കൂൾ പ്രോബ്ലംസ്. അപ്പോൾ അങ്ങനെയുള്ളതാണ് കാര്യങ്ങൾ. അപ്പം സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലേ, ബാക്ക്വേർഡ് ചിൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നെഗറ്റീവ് വേർഡായിട്ട് നമ്മൾ കാണാൻ പാടില്ല. അവർക്കൊന്നും മനസ്സിലാവില്ല എന്ന് നമ്മൾ വിചാരിക്കാൻ പാടില്ല അല്ലേ. ഒരേ സംഭവം തന്നെ അവർക്ക് മനസ്സിലാവണമെങ്കിൽ കുറച്ച് ടെക്നിക്ക് വേണം, അല്ലെങ്കിൽ കുറച്ച് സമയം അവർക്ക് വേണം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയല്ലാണ് ഇതിനെക്കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതായി നമുക്ക് ബാക്ക്വേർഡ്നെസ്സിൻ്റെ ടൈപ്പ് നോക്കാം. 2 ടൈപ്പാണ് പൊതുവായിട്ട് പറയാനുള്ളത്. ഒന്ന് ജനറൽ ബാക്ക്വേർഡ്നെസ്, മറ്റേത് സ്പെസിഫിക് ബാക്ക്വേർഡ്നെസ്. അപ്പോൾ ആ പേര് തന്നെയുണ്ട്. ജനറൽ ബാക്ക്വേർഡ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടി പഠനത്തിൽ പിന്നിലായിരിക്കും. അപ്പോൾ അത് പൊതുവായിട്ട്, അതായത് എല്ലാ സബ്ജക്റ്റിലും അല്ലെങ്കിൽ കോമൺ ആയിട്ട് പൊതുവേ പിന്നിലായിരിക്കും. അപ്പോൾ അതിനെയാണ് ജനറൽ ബാക്ക്വേർഡ്നെസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്പെസിഫിക് ബാക്ക്വേർഡ്നെസ് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് സ്പെസിഫിക് സബ്ജക്റ്റിൽ, ഇപ്പം മാത്സ്, ഇംഗ്ലീഷ്, അങ്ങനെ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിലോ അല്ലെങ്കിൽ 1-2 സബ്ജക്റ്റിൽ ബാക്കിലായിരിക്കും അല്ലെങ്കിൽ പിറകിലായിരിക്കും. അതിനാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ ഈ രണ്ടും നമ്മൾ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രണ്ടാമത്തെ കാറ്റഗറി അതായത് സ്പെസിഫിക് ബാക്ക്വേർഡ്നെസ്സിൽ നമുക്ക് ഇൻഡിവിജ്വലായിട്ടുള്ള അറ്റൻഷൻ എങ്ങനെ കൊടുക്കുക, ആ സബ്ജക്റ്റിലെ ഫാക്കൽറ്റീസ് അല്ലെങ്കിൽ ആ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കുട്ടിക്ക് കൂടുതൽ സമയം നൽകിയിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലോ പഠിപ്പിച്ചുകൊണ്ട് ആ ഇത് നമുക്ക് മറികടക്കാം. ജനറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ, പൊതുവായിട്ട് കുട്ടിക്കുള്ളതാണ് അല്ലെങ്കിൽ എല്ലാ സബ്ജക്റ്റിലും ഇല്ലതാണ്. അപ്പം പൊതുവെ കൂടുതൽ സമയം കൊടുത്തിട്ടും അല്ലെങ്കിൽ എല്ലാ സബ്ജക്റ്റിലും വേണ്ട രീതിയിൽ പരിഗണന കൊടുത്തിട്ടും ആണ് ആ പ്രശ്നം പരിഹരിക്കാൻ പറ്റുക. അടുത്തതായിട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബാക്ക്വേർഡ് ചിൽഡ്രൻ നോക്കാം അല്ലേ. നമുക്കറിയുന്നത് തന്നെയാണ് ലോ ഇൻ്റലിജൻസ്. അപ്പം അവർ പാഠങ്ങൾ മനസ്സിലാക്കാനും ഓർക്കാനും കൂടുതൽ സമയം എടുക്കും അല്ലേ. സ്ലോ ലേണിംഗ് എബിലിറ്റി ആയിരിക്കും അവർക്ക്. രണ്ടാമത്തെ പറഞ്ഞു കഴിഞ്ഞാൽ മെൻ്റൽ ഓർ ഇമോഷണൽ കോംപ്ലക്സസ് ആണ്. അവർ പലപ്പോഴും തന്നെ താഴെയാണെന്ന് കരുതും. ആത്മവിശ്വാസം കുറവായിരിക്കും അല്ലേ. അവരുടെ ഉള്ളിൽ തന്നെ അവർ ബാക്കിലാണെന്ന് ഉള്ള ഒരു ചിന്തയുണ്ടാവും. അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ പറയുന്നെങ്കിൽ ഡിപ്പെൻഡൻറ്റ് ബിഹേവിയർ ഉണ്ടാവും. അവർ എന്ത് ചെയ്യും, സ്വയം പ്രവർത്തിക്കാൻ അവർക്ക് ആഗ്രഹം കുറവായിരിക്കും, മറ്റുള്ളവരിൽ ആശ്രയിക്കും. അൺപ്ലാൻഡ് ആക്ടിവിറ്റീസ്, പഠനത്തിൽ ആസൂത്രണമില്ലാതെ പ്രവർത്തിക്കും. അതായത് എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, അങ്ങനെയുള്ളൊരു സംഭവം അവർക്കുണ്ടാവില്ല. സ്ലോ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്, ചിലപ്പോൾ മാനസികമായും ശാരീരികമായും വളർച്ച കുറവായിരിക്കും. പിന്നെ ആൻറ്റി സോഷ്യൽ ടെൻഡൻസീസ്, അപ്പം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടുകാരുമായി ഇടപെടാൻ താല്പര്യമില്ലായ്മ കാണിക്കും. അതായത് നമുക്കറിയാം, എന്ത് പഠിക്കുന്ന കാര്യമാണെങ്കിലും ഒറ്റയ്ക്ക് പഠിക്കുന്നതുകൊണ്ട് അല്ലേ, നമ്മൾ ഗ്രൂപ്പായിട്ട് ചെയ്യുന്ന കാര്യങ്ങളുമുണ്ട്. അപ്പോൾ ഇവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പിൽ ഇൻവോൾവ് ആവാനോ അങ്ങനെയുള്ള കാര്യത്തിനൊന്നും അവർക്കൊരു താല്പര്യം ഉണ്ടാവില്ല. പിന്നെ ഫീലിംഗ് ഓഫ് പെസിമിസം, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കഴിയില്ല എന്ന തരത്തിലുള്ള നിരാശാഭാവം കാണാം. അതായത് ടീച്ചർ ഒരു കാര്യം പറയുന്നു, അപ്പം ചിലപ്പോൾ ആ കുട്ടിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമായിരിക്കും, എങ്കിലും അവർക്ക് സ്വയം കഴിയില്ല എന്നൊരു തരത്തിലുള്ള നിരാശാഭാവം അവർക്കുണ്ടാവും. പിന്നെ ലാക്ക് ഓഫ് ഡിസിഷൻ മേക്കിംഗ് എബിലിറ്റി ആൻഡ് കണ്ടിന്യൂസ് ഫെയിലിയർ, അവർക്ക് തീരുമാനമെടുക്കാൻ ബുദ്ധിമുട്ടും പലപ്പോഴും പരാജയം നേരിടും. ഇൻ ഷോർട്ട്, ബാക്ക്വേർഡ് ചിൽഡ്രൻ നീഡ് ലവ്, പേഷ്യൻ, സ്പെഷ്യൽ അറ്റൻഷൻ ഫ്രം ടീച്ചേഴ്സ്. അപ്പം അതൊക്കെ ഈ കുട്ടികൾക്ക് വേണം. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ക്വേർഡ് ചിൽഡ്രൻ യൂഷ്വലി ലേൺ തിങ്സ് മോർ സ്ലോലി ദാൻ അതർ സ്റ്റുഡൻസ്. ദേ മേ ഹാവ് ലോ ഇൻ്റലിജൻസ് ഓർ ഫേസ് സം മെൻ്റൽ ആൻഡ് ഇമോഷണൽ ഡിഫിക്കൽട്ടീസ്. സച്ച് ചിൽഡ്രൻ ഓഫൺ ഡിപ്പെൻഡ് ഓൺ അതേഴ്സ് ആൻഡ് ഫൈൻഡ് ഇറ്റ് ഹാർഡ് ടു ഡു തിങ്സ് ബൈ ദംസെൽവ്സ്. ദേ ആർ ഓഫൺ slow learners and do not plan their work properly. Their growth and development may also be slow. Some children may show antisocial behavior, meaning they do not like to join group activities or make friends easily. They may also feel hopeless or negative about themselves and think they cannot succeed. Because of this, they may not be able to make good decisions and often face repeated failures in school. അടുത്തതായി നമുക്ക് പറയേണ്ടത് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ബാക്ക്വേർഡ് ചിൽഡ്രൻ എന്നാണ്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ചൈൽഡ് ബാക്ക്വേർഡ്
ആണോ അല്ലെങ്കിൽ ആ ഒരു ക്ലാസ്സിൽ പെടുന്നതാണോ എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കുറച്ച് മെത്തേഡ് ആവശ്യമുണ്ട്. ആ മെത്തേഡിനെ കുറിച്ചിട്ടാണ് നമുക്ക് പറയേണ്ടത്. ദർ ആർ മെനി വേസ് ടു ഐഡൻറ്റിഫൈ ബാക്ക്വേർഡ് ചിൽഡ്രൻ, ബോത്ത് ഫോർമൽ ആൻഡ് ഇൻഫോർമൽ മെത്തേഡ്സ്. ലെറ്റ്സ് സീ സം ഓഫ് ദ മെയിൻ മെത്തേഡ്സ് വൺ ബൈ വൺ. അപ്പോൾ നമുക്ക് ആദ്യത്തെ മെത്തേഡ് പറയാം. ഒന്നാമത്തെ എന്താണ്? ഒബ്സർവേഷനാണ്. ടീച്ചേഴ്സ് ആൻഡ് പേരൻസ് ക്യാൻ സിംപ്ലി വാച്ച് ദ ചൈൽഡ് അറ്റ് സ്കൂൾ ആൻഡ് ഹോം, ഹൗ ദേ സ്റ്റഡി, ബിഹേവ് ആൻഡ് ടോക്ക്. അപ്പോൾ ഇത് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ടീച്ചേഴ്സ് ആയിക്കോട്ടെ പേരൻസ് ആയിക്കോട്ടെ ഒരു കുട്ടീനെ വാച്ച് ചെയ്യുന്നു, എന്നിട്ട് ആ ബിഹേവിയറൊക്കെ നോട്ട് ചെയ്യുന്നു. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ കുട്ടി ബാക്ക്വേർഡിൽ പെടുന്നതാണോ അല്ലെങ്കിൽ ആ കുട്ടിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടോ എന്നുള്ളത്. രണ്ടാമത്തെ മെത്തേഡ് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാൻഡർഡൈസ്ഡ് അച്ചീവ്മെൻറ്റ് ടെസ്റ്റ്. അതായത് ദീസ് ആർ ടെസ്റ്റ് ടു ചെക്ക് ഹൗ മച്ച് ദ ചൈൽഡ് ഹാസ് ലേൺഡ് ഇൻ ഈച്ച് സബ്ജക്റ്റ്. അപ്പോൾ അതായത് സ്പെസിഫിക് ആയിട്ടുള്ള സബ്ജക്റ്റ് ഉണ്ടാവില്ലേ, അതിൽ ഓരോ സബ്ജക്റ്റിലും അല്ലേ എങ്ങനെയൊക്കെയാണ് ആ കുട്ടി ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാനാണ് എന്ത് ഈ ടെസ്റ്റ്. മൂന്നാമത്തെ പറയുന്നെങ്കിൽ ഇൻ്റലിജൻസ് ടെസ്റ്റാണ്. ദീസ് ടെസ്റ്റ് മെഷർ ദ ചൈൽഡ്സ് IQ ലെവൽ ഓർ മെൻ്റൽ എബിലിറ്റി. ഇഫ് എ ചൈൽഡ്സ് IQ is very low, that may be one reason for backwardness. അല്ലേ, ചിലപ്പോൾ കുറവുള്ള ബുദ്ധിശക്തിയാണ് പഠനത്തിലെ ബുദ്ധിമുട്ടുള്ള പ്രധാന കാരണം. അടുത്തത് പറയുന്നെങ്കിൽ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റാണ്. ദിസ് ഹെൽപ്സ് ടു ഫൈൻഡ് ഔട്ട് ദ വീക്ക് ഏരിയാസ്. ഫോർ എക്സാമ്പിൾ, വിച്ച് സബ്ജക്റ്റ് ഓർ ടോപ്പിക് ദ ചൈൽഡ് ഫൈൻഡ്സ് ഡിഫിക്കൽട്ട്. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, കുട്ടിക്ക് ഏത് ഭാഗത്താണ് സഹായം ആവശ്യമെന്ന് മനസ്സിലാക്കാൻ കഴിയും. അല്ലേ, നമ്മൾ ഈ പറഞ്ഞ ഓരോ ടെസ്റ്റിനും അല്ലേ അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. നമ്മൾ ഇപ്പോൾ പറഞ്ഞ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിന് എന്താണ് ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലേ എല്ലാ ഭാഗത്തും ആവശ്യം, അതായത് നമ്മളെ ഹെൽപ്പ് കുട്ടിക്ക് വേണ്ടി വരില്ല. ഏത് ഭാഗത്താണോ ഹെൽപ്പ് എന്നുള്ളത് കണ്ടുപിടിക്കാനാണ് ഈ ടെസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് പേഴ്സണാലിറ്റി ഇൻവെൻ്ററീസ് എന്നുള്ള മെത്തേഡാണ്. ദീസ് ആർ ടെസ്റ്റ് ടു സ്റ്റഡി ദ ചൈൽഡ്സ് ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ്. അതായത് കുട്ടിയുടെ സ്വഭാവം, വികാരങ്ങൾ, ആത്മവിശ്വാസം എന്നിവ ബാക്ക്വേർഡ്നെസ്സിനെ ബാധിക്കുന്നുണ്ടോ എന്ന് ഇതിലൂടെ മനസ്സിലാക്കാം. പിന്നെ ലാസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേസ് ഹിസ്റ്ററി ആൻഡ് കേസ് സ്റ്റഡിയാണ്. ഹിയർ ടീച്ചേഴ്സ് കളക്ട് ഫുൾ ഇൻഫർമേഷൻ അബൌട്ട് ദ ചൈൽഡ്, ദിയർ ഫാമിലി, ഹോം, ഹെൽത്ത് ആൻഡ് സ്കൂൾ ലൈഫ്. ഇതിലൂടെ ബാക്ക്വേർഡ്നെസ്സിൻ്റെ യഥാർത്ഥ കാരണം കണ്ടെത്താനും കുട്ടിയെ ശരിയായ രീതിയിൽ സഹായിക്കാനും കഴിയും. അപ്പോൾ ഈ കേസ് സ്റ്റഡി മെത്തേഡിൽ നമുക്കറിയാം ഇങ്ങനെ, അതായത് ബാക്ക്വേർഡ് സ്റ്റുഡൻറ്റ് നമ്മൾ എടുക്കുന്നു അല്ലേ, അപ്പോൾ കംപ്ലീറ്റ് ഡീറ്റെയിൽ നമ്മൾ ശേഖരിക്കുന്നു. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് അല്ലേ എല്ലാം കൂടെ അപഗ്രഥിച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റും ആ കുട്ടി എങ്ങനെയൊക്കെയാണ് ബുദ്ധിമുട്ട് നേരിടുന്നത്, അതിനുള്ള കാരണം എന്താണ്, അപ്പോൾ എവിടെ നിന്നുള്ള പ്രശ്നമായിരിക്കാം ആ കുട്ടിയെ ഈ ഒരു സ്ഥിതിയിൽ എത്തിച്ചിട്ടുണ്ടാവുക, നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതെല്ലാം അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. So let's just quickly go through what we learned. To help backward children, first we need to identify them properly. Teachers and parents can observe the child at school and home. Then we can use tests like achievement tests and intelligence tests to know how much they have learned and how well they can think. Diagnostic tests help us find the subjects where the child is weak. Personality tests tell us about the child's emotions and behavior. And finally, case studies give us a full picture of the child's background and family situation. When we use all these methods together, we can understand the real problems of the child and help them improve step by step. ഇനി പറയാനുള്ളത് കോസസ് ഓഫ് ബാക്ക്വേർഡ്നെസ് ആണ് അല്ലേ, എന്തൊക്കെ കാരണം കൊണ്ട് ബാക്ക്വേർഡ്നെസ് ഉണ്ടാവാം. ഇൻഡിവിജ്വൽ കോസസ് ഉണ്ട്, എൻവയോൺമെൻറ്റൽ കോസസ് ഉണ്ട്. ഇൻഡിവിജ്വൽ കോസസിൽ എന്തെല്ലാം വരാം? ഫിസിക്കൽ കോസസ്, മെൻ്റൽ കോസസ്, ഇമോഷണൽ കോസസ്. എൻവയോൺമെൻറ്റൽ കോസസിൽ വരുന്നത് ഫാമിലി കോസസ്, സ്കൂൾ കോസസ്, സോഷ്യൽ കോസസ്. അപ്പോൾ ഇതാണുള്ളത്. ഇതിൻ്റെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഇൻഡിവിജ്വൽ കോസസ്. അപ്പോൾ എന്താണ് ഇൻഡിവിജ്വൽ കോസസ്? ദീസ് ആർ പേഴ്സണൽ പ്രോബ്ലംസ് ഓഫ് ദ ചൈൽഡ്. അതിൽ ഫിസിക്കൽ കോസസ്, വെൻ എ ചൈൽഡ് ഈസ് ഓഫൺ സിക്ക് ഓർ വീക്ക്, ഇൽനെസ് മേക്സ് ദം മിസ് സ്കൂൾ. അതാണ് ഫിസിക്കൽ കോസസിൽ ഉദ്ദേശിക്കുന്നത്. പിന്നെ മെൻ്റൽ കോസസ്, വെൻ ദ സ്റ്റുഡൻറ്റ് ഹാസ് ലെസ് മെൻ്റൽ എബിലിറ്റി ഓർ സ്ലോ അണ്ടർസ്റ്റാൻഡിങ്, ദേ സ്ട്രഗിൾ ടു ലേൺ ബേസിക് തിങ്സ്.
ഇമോഷണൽ കോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൻ ദ ചൈൽഡ് ഈസ് ടു ആൻഷ്യസ്, സാഡ് ഓർ ഡിസ്റ്റർബ്ഡ്, ദ കനോട്ട് ഫോക്കസ് ഇൻ ക്ലാസ്. അപ്പോൾ അതാണ് മെയിനായിട്ട് ഇമോഷണൽ കോസസ്, ഫിസിക്കൽ കോസസ്, മെൻ്റൽ കോസസ് വരുന്നത്, അതായത് ഇൻഡിവിജ്വൽ കോസസ്. പിന്നെ എൻവയോൺമെൻറ്റൽ കോസസ്. എൻവയോൺമെൻറ്റൽ കോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീസ് ആർ ഔട്ട്സൈഡ് റീസൺസ് ദാറ്റ് അഫക്റ്റ് ദ ചൈൽഡ്സ് ഗ്രോത്ത്. ഫാമിലി കോസസ്, സ്കൂൾ കോസസ്, സോഷ്യൽ കോസസ്, അങ്ങനെയുണ്ട്. ഇപ്പം ഫാമിലി കോസസ്, വെൻ ദ ഫാമിലി ഹാസ് ഫൈറ്റ്സ് ഓർ നോ സപ്പോർട്ട്, ദ ചൈൽഡ് ഫീൽസ് സ്ട്രെസ്ഡ്. അല്ലേ, കുടുംബത്തിൽ അസ്വസ്ഥത ഉണ്ടായാൽ പഠിക്കാൻ പറ്റുമോ? അത്രയേ ഉള്ളൂ കാര്യം. പിന്നെ രണ്ടാമത്തത് സ്കൂൾ കോസസ്. ഇഫ് ദ സ്കൂൾ ഹാസ് പുവർ ഫെസിലിറ്റീസ് ഓർ ബോറിംഗ് ടീച്ചിങ്, ചിൽഡ്രൻ ലോസ് ഇൻട്രസ്റ്റ്. നെക്സ്റ്റ്, സോഷ്യൽ കോസസ്. വെൻ സൊസൈറ്റി ഗിവ്സ് ബാഡ് ഇൻഫ്ലുവൻസ് ഓർ ഡിസ്ക്രിമിനേഷൻ, സ്റ്റുഡൻസ് cannot പ്രോഗ്രസ്. സോ ദീസ് ആർ ദ എൻവയോൺമെൻറ്റൽ പ്രോബ്ലംസ് ദാറ്റ് മേക്സ് എ ചൈൽഡ് ബാക്ക്വേർഡ് ഇൻ ലേണിംഗ്. അപ്പോൾ നമ്മൾ അല്ലേ രണ്ട് കോസസും പറഞ്ഞു, ഇൻഡിവിജ്വൽ കോസസും പറഞ്ഞു, എൻവയോൺമെൻറ്റൽ കോസസും പറഞ്ഞു. ഇനി നമുക്ക് പറയേണ്ടത് എഡ്യൂക്കേഷൻ ഫോർ ബാക്ക്വേർഡ് ചിൽഡ്രൻ ആണ്. അല്ലേ, നമുക്ക് ബാക്ക്വേർഡ് ചിൽഡ്രന് സ്പെഷ്യലായിട്ടുള്ളൊരു എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് പറയേണ്ടത്. അല്ലേ, അപ്പോൾ അതായത് നോർമൽ ഒരു ക്ലാസ് എടുക്കുന്ന പോലെ ക്ലാസ് എടുത്തു കഴിഞ്ഞാലോ ടോപ്പിക്ക് വിശദീകരിച്ച് കഴിഞ്ഞാലോ ഈ ബാക്ക്വേർഡ് ചിൽഡ്രനെയും കൂടെ ഉപകാരപ്പെടുമോ, അതാണ് നമുക്ക് പറയേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ബാക്ക്വേർഡ് ചിൽഡ്രന് എഡ്യൂക്കേഷൻ നൽകേണ്ടത്. അപ്പോൾ അതിൽ ഒന്നാമത്തെ പോയിന്റ്, ഫൈൻഡ് ഔട്ട് കോസസ് ഫോർ ബാക്ക്വേർഡ്നെസ്. അതായത് ഒരു കാരണം ഉണ്ടാവും ബാക്ക്വേർഡ്നെസ്സിന്, അല്ലേ, കാരണം ഇല്ലാണ്ട് കൂലല്ലോ. ആ കാരണം കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഫസ്റ്റ്, ടീച്ചേഴ്സ് ഷുഡ് ഫൈൻഡ് ഔട്ട് ദ കോസസ് ഓഫ് ബാക്ക്വേർഡ്നെസ് ലൈക്ക് ഹെൽത്ത് പ്രോബ്ലംസ് ഓർ ഇമോഷണൽ സ്ട്രെസ് ഓർ ലേണിംഗ് ഇഷ്യൂസ്. സെക്കൻഡ്, these children need individual attention. Backward students may feel shy or inferior, so teacher must give special care and personal help. അടുത്തത് സ്പെഷ്യൽ ക്ലാസ് ആണ്. ഇൻ സ്മോൾ ക്ലാസ്സസ് ചിൽഡ്രൻ ക്യാൻ ലേൺ ബെറ്റർ ആൻഡ് ആസ്ക് ഡൗട്ട്സ് ഫ്രീലി. അതായത് കോമൺ ആയിട്ട് ക്ലാസ് കൊടുക്കുന്നതിന് പകരം എന്ത് ചെയ്യുക, ഇത്തരം കുട്ടികൾക്ക് സ്പെഷ്യലായിട്ട് ക്ലാസ് കൊടുക്കുക. അപ്പോൾ അവർക്ക് കൂടുതൽ ലേൺ ചെയ്യാൻ പറ്റും. Next, we must have a special curriculum. It should include easy and practical subjects like crafts, woodwork and simple skills they enjoy learning. അവർക്കായിട്ടുള്ളൊരു എന്താ വേണം, കരിക്കുലം വേണം, അല്ലേ, കോമൺ കരിക്കുലം പോരാ. നെക്സ്റ്റ്, സ്പെഷ്യൽ ടീച്ചിങ് മെത്തേഡ്സ് ലൈക്ക് ഗെയിംസ്, പിക്ചേഴ്സ്, സ്മോൾ ആക്ടിവിറ്റീസ് ആൻഡ് ഷോർട്ട് ലെസൺസ്. പ്ലേ വേ മെത്തേഡ് ആൻഡ് ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് മേക്ക് ലേണിംഗ് ഇൻട്രസ്റ്റിംഗ്. നെക്സ്റ്റ്, കോ കരിക്കുലാർ ആക്ടിവിറ്റീസ്. അതായത് ഗെയിംസ്, സ്പോർട്സ്, ഡ്രാമ ആൻഡ് റോൾ പ്ലേ ആർ എസെൻഷ്യൽ ടു ഹെൽപ്പ് ബാക്ക്വേർഡ് ചിൽഡ്രൻ ഡെവലപ്പ് അതർ സ്കിൽസ് ആൻഡ് ഇൻക്രീസ് ദെയർ ഇൻട്രസ്റ്റ്. അതായത് നോർമൽ ഇങ്ങനെ പഠിപ്പിച്ച് പോവാതെ അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നതും ഇൻട്രസ്റ്റ് ആയിട്ട് ഉള്ളതും, അല്ലേ, അങ്ങനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കോ കരിക്കുലാർ ആക്ടിവിറ്റീസ് ഉൾപ്പെടുത്തുന്നത്. Next, examination should be simple and friendly. Use easy language and non-questions so that they don't feel fear. അപ്പോൾ നമുക്കറിയാം എക്സാം എന്ന് കേൾക്കുമ്പം തന്നെ പേടിയാണ്. അപ്പം ബാക്ക്വേർഡ് ചിൽഡ്രൻസിന് അതിനേക്കാൾ ഉണ്ടാവും, ഫിയർ ഉണ്ടാവും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള അല്ലെങ്കിൽ സിമ്പിളായിട്ടുള്ള എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുക പറയുന്നത്. പിന്നെ പ്രൊവിഷൻസ് ഓഫ് ഗൈഡൻസ് സർവീസ്. സ്കൂൾസ് മസ്റ്റ് ഗിവ് ഗൈഡൻസ് ആൻഡ് counseling to help children solve personal or study problems. നെക്സ്റ്റ്, അഫക്ഷനേറ്റ് ആറ്റിറ്റ്യൂഡ്, അല്ലേ, അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്, പാരൻസ് ആൻഡ് ടീച്ചേഴ്സ് ഷുഡ് ഷോ ലവ് ആൻഡ് കൈൻഡ്നെസ്. വെൻ ചിൽഡ്രൻ ഫീൽ ലവ്ഡ് ദേ വിൽ ലേൺ ബെറ്റർ ആൻഡ് ബിക്കം ഇൻഡിപെൻഡൻറ്റ്. സ്നേഹവും സഹാനുഭൂതിയും കുട്ടികൾക്ക് വളർച്ചയ്ക്ക് വളരെ പ്രധാനമാണ്, അല്ലേ. കുട്ടികളോടുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ ചേഞ്ച് ചെയ്താൽ വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ പറ്റും. പിന്നെ പറയുന്നത് കൺട്രോളിങ് നെഗറ്റീവ് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്. അതെ, ഒരുപാട് നെഗറ്റീവായിട്ടുള്ള എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് ഉണ്ട്, അതിനെ കൺട്രോൾ ചെയ്താൽ മതി. അപ്പം അതെന്താണ്, സം ബാക്ക്വേർഡ്നെസ് ഹാപ്പൻസ് ബിക്കോസ് ഓഫ് പുവർ സറൗണ്ടിങ്സ് ലൈക്ക് ലാക്ക് ഓഫ് സപ്പോർട്ട് അറ്റ് ഹോം ഓർ ബാഡ് പിയർ ഇൻഫ്ലുവൻസ്. സോ വി ഷുഡ് മേക്ക്
ഷുവർ ദ ചൈൽഡ്സ് ഹോം ആൻഡ് സ്കൂൾ എൻവയോൺമെൻറ്റ്സ് ആർ പോസിറ്റീവ് അല്ലേ, ഓൾവേസ് പോസിറ്റീവ്. അങ്ങനെയുള്ള അന്തരീക്ഷം കുട്ടിയുടെ വളർച്ചയ്ക്ക് അനിവാര്യമാണ്. നെക്സ്റ്റ്, ടേക്കിംഗ് ഹെൽപ്പ് ഫ്രം എഡ്യൂക്കേഷണൽ സൈക്കോളജിസ്റ്റ്. എഡ്യൂക്കേഷണൽ സൈക്കോളജിസ്റ്റ് can study the child's problem deeply and give expert advice to parents and teachers. അല്ലേ, നമുക്കൊരു സാധാരണ ഒരാൾക്ക് ഇങ്ങനെയുള്ള കുട്ടികളെ കൂടുതലായിട്ട് ഇങ്ങനെ മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവാം. പക്ഷേ സൈക്കോളജിസ്റ്റ് അവർ വന്നിട്ട് കുട്ടികളെ അനലൈസ് ചെയ്തിട്ട് അപ്പം എന്തൊക്കെ അഡ്വൈസ് നൽകാൻ പറ്റുമോ അതൊക്കെ തരാൻ പറ്റും അവർക്ക്. അപ്പം അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം. അപ്പോൾ അത്രയൊക്കെയാണ് ബാക്ക്വേർഡ് ചൈൽഡിനെ കുറിച്ച് പറയാനുള്ളത്. സോ വി ഹാവ് ലേൺഡ് ടുഡേ അബൌട്ട് ബാക്ക്വേർഡ് ചിൽഡ്രൻ, ഹു ദേ ആർ, their types, characteristics, causes and how teachers can help them. We understood that every child is different and learns at their own pace. As teachers, our duty is to give love, support and individual care to help them grow and succeed. In short, backwardness is not a permanent problem. With proper guidance, affection and a positive environment, every child can improve. അല്ലേ, പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെയും നാം പ്രോത്സാഹിപ്പിക്കണം. സ്നേഹത്തോടും ക്ഷമയോടും കൂടി അവർക്ക് മുന്നോട്ട് പോകാൻ സഹായിക്കണം. Let's remember, no child is weak, only their needs are different. With our care and effort, they can also reach success in life. Thank you.